വീറും വാശിയും നിറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം പൂർണ്ണമായും അവസാനിച്ചു. 74.02% എന്നാണ് ഏറ്റവും അന്തിമമായി നമുക്ക് ലഭിക്കുന്ന പോളിംഗ് പെർസെന്റേജ്. അത് കൂടി ഒരുപക്ഷെ അന്തിമമായി എത്രയാകുമെന്ന് ഇപ്പോൾ അത് പറയാൻ കഴിയുന്നുമില്ല. അന്തിമ കണക്ക് അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തുവിടുകയും ചെയ്യും. നിലമ്പൂരിന്റെ പുതിയ MLA ആരാണെന്ന് തിങ്കളാഴ്ച മനസ്സിലാക്കാൻ കഴിയും. നിലമ്പൂർ ടൗണിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദീപക് ധർമ്മടം തത്സമയം ചേരുകയാണ്. ദീപക്, അങ്ങനെ നിലമ്പൂരിലെ കൊണ്ടുപിടിച്ച പ്രചാരണം അതിനൊടുവിൽ ഇപ്പോൾ വിധിയെഴുത്തതുണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത 3 ദിവസം അത് കണക്കുകൂട്ടലിൻ്റെതാണ്. ഇന്ന് ഒരുപക്ഷെ 74 കടന്നു പോകുന്ന ഈ പോളിംഗ് പെർസെന്റേജ് കാണിക്കുന്ന സൂചനകൾ എന്താണ്? ഈ പോളിംഗ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുന്നണികളുടെയും നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് കൂടും എന്നാണ് പറയുന്നത്. അത് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നുണ്ടോ? പ്രജിൻ, വളരെ കൃത്യമായി പറഞ്ഞാൽ നിലമ്പൂരിലെ ജനവിധി പ്രവചനാതീതമാകുന്ന രീതിയിലാണ് ഈ പോളിംഗ് പെർസെൻറ്റേജ് കാണാവുന്നത്. കാരണം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. നിലവിൽ CPIM ആണ്, ഇടതുമുന്നണിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും അവിടെ -5 ആണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത് കാണേണ്ടത്. മറ്റു പഞ്ചായത്തുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ ചില പഞ്ചായത്തുകളിൽ UDFന് അനുകൂലമായ അടിയൊഴുക്കുകളും അതുപോലെ ചില പഞ്ചായത്തുകളിലാണെങ്കിൽ UDFന് എതിരായ അടിയൊഴുക്കുകളും UDF ക്യാമ്പിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വോട്ടിംഗ് കണക്കെടുപ്പിൻ്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ലഭിക്കുന്ന ചില വിവരങ്ങൾ, ഉച്ചയ്ക്ക് ശേഷമുള്ള അടക്കം പറച്ചിലുകളും മറ്റുമായി ലഭിക്കുന്ന വിവരങ്ങളിൽ ചില അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതായത് വലിയ പെർസെൻറ്റേജിൽ പോളിംഗ് ശതമാനം ഉയർന്നതിൽ 25 ദിനരാത്രങ്ങൾ രാവും പകലുമില്ലാത്ത പ്രചണ്ഡമായ പ്രചരണം, അതിന് ഈ ചാലിയാറിൻ്റെ പരപ്പോളം ഉണ്ടായിരുന്നു ആ പ്രചരണം. ഒപ്പം നിലമ്പൂർ തേക്കിൻ്റെ കാതലോടമുള്ള കാമ്പുറ്റ പ്രചരണമായിരുന്നു. ആ പ്രചരണം മഴയെ വകവയ്ക്കാതെ വയോവൃദ്ധർ ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ വന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രവാസികൾ ഒരു ദിവസത്തേക്ക് ലീവെടുത്ത് രാവിലെ വിമാനത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന് വോട്ട് ചെയ്ത് രാത്രിയിൽ കയറി ദുബൈയിലേക്ക് പോകുന്നത് കണ്ടു. അത്രമേൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ, ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളിയാകാൻ നിലമ്പൂർകാർ തയ്യാറായി. തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു പ്രചരണം. അന്ന് പറഞ്ഞത് നിലമ്പൂർകാർക്ക് 8 മാസത്തേക്ക് ഒരു സാമാജികനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ താല്പര്യമില്ല എന്നായിരുന്നു. പക്ഷേ ആ പ്രവചനമെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു പിന്നിട്ട നാളുകളിലെ പ്രചരണങ്ങൾ. ആ പ്രചരണം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് മുന്നണികൾ, ഒപ്പം തന്നെ PV അൻവർ ഒക്കെ പോരാടി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ അവസാന ലാപ്പിലെത്തുമ്പോൾ LDF UDF പോരാട്ടത്തിലേക്ക് മാറി. ആ LDF UDF പോരാട്ടത്തിൽ ആർക്കും മേൽക്കൈ എന്ന് ശതമാനക്കണക്ക് വെച്ച് പറയുക സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. സാധാരണഗതിയിൽ ഈ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അത് UDFന് അനുകൂലമാണ് എന്നുള്ളതാണ് സാധാരണ സാമ്പ്രദായിക തെരഞ്ഞെടുപ്പ് കണക്ക്. പക്ഷേ എന്നാൽ അടിയൊഴുക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ പോളിംഗ് ശതമാനം 75ഓളം എത്തുയേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേവലം 8 മാസത്തേക്കുള്ള ഒരു സാമാജികനെ തെരഞ്ഞെടുക്കൽ മാത്രമല്ല, അതിലപ്പുറം വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പ്, ആ പൊതുതെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയാണോ ഭരണവിരുദ്ധ വികാരമാണോ എന്നുള്ളതിൻ്റെ കൃത്യമായ പൊളിറ്റിക്കൽ ടെസ്റ്റ് കേസാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അത്രമേൽ രാഷ്ട്രീയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഈ പെട്ടിയിലായ വോട്ടിനുണ്ട്. നിലമ്പൂരിൻ്റെ MLA ആരെന്ന് നമുക്ക് തിങ്കളാഴ്ച അറിയാൻ സാധിക്കും. ഇപ്പോൾ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ വാർത്താ സമ്മേളനം നടത്താനായി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. പ്രജിൻ. യെസ്, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ A വിജയരാഘവൻ അവിടെ വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. എന്താണ് LDF ക്യാമ്പിന്റെ നിലവിലത്തെ പ്രതീക്ഷകൾ, എന്താണ് കണക്കുകൂട്ടലതിൻ്റെ പ്രാഥമികമായ ചില വിവരങ്ങൾ ഒരുപക്ഷെ A വിജയരാഘവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം വിശദാംശങ്ങളുമായി. അല്പസമയത്തിലേക്ക് നമുക്ക് വിജയരാഘവനിലേക്ക് എത്താൻ മുമ്പ് ഒന്ന് സുർജിത്തിലേക്ക് പോകുന്നു. സുർജിത്ത്, അങ്ങനെ ഈ കണക്കുകൂട്ടലിൻ്റെ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നിലമ്പൂരിൽ നമ്മൾ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ അടുത്ത കാലത്തെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും സംഭവമായി മാറുന്നുണ്ട്. കാരണം ഇപ്പോൾ പാലക്കാട് നമ്മൾ കണ്ടു, അവിടെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയെങ്കിൽ നിലമ്പൂരിനെ വ്യത്യസ്തമാക്കുന്നത് ഓരോ ദിവസവും മാറി മാറി വന്ന ചർച്ചാ വിഷയങ്ങളാണ്. വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഓരോ ദിവസവും ഉണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നിലമ്പൂരിലെ വന്യജീവി വിഷയത്തിൽ തുടങ്ങി, പിന്നീട് ക്ഷേമ പെൻഷൻ, പിന്നീട് അവിടെ ഷോക്കേറ്റുള്ള മരണം, അങ്ങനെ പല വിഷയങ്ങളും ചർച്ചയായി. ഏറ്റവും ഒടുവിലാണ് ഈ RSSുമായി ബന്ധമുള്ള സഹകരണ വിഷയങ്ങളൊക്കെ അവിടെ വിവാദമായത്. അപ്പോൾ ഇതൊക്കെ കണ്ട ജനങ്ങൾ ഇന്ന് ഒരു തീരുമാനത്തിലെത്തി. അവരെ മണിക്കൂറുകളെടുത്ത് ആ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നു. ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്ന കാര്യം വ്യക്തവുമാണ്. പക്ഷേ ആർക്കനുകൂലമായാണ് ഇവർ വോട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കാത്തിരിക്കണം. എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു പൊതുചിത്രം അവിടെ നിന്നും? തീർച്ചയായും പ്രജിൻ, എന്തായാലും നമ്മളെല്ലാവരും തന്നെ അതിൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട കാത്തിരിപ്പിലാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പോളിംഗ് ശതമാനത്തിലെ ഒരു
ഉണർവ് തന്നെയാണ്. കാരണം ഞാൻ ഇന്ന് നോക്കിയത് വഴിക്കടവ് മേഖലയാണ്. വഴിക്കടവ് മേഖല ഈ ട്രൈബൽ സെറ്റിൽമെൻ്റ് ഒക്കെയുള്ള മേഖലയാണ്. അവിടെ എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ വോട്ടിൻ്റെ ഒരു പോളിംഗ് ശതമാനത്തിൽ വന്ന ഒരു ഉണർവുണ്ട്. അത് ഘട്ടം ഘട്ടം പലപ്പോഴും ബൂത്തുകളിൽ ആളുകൾ ഈ കൂട്ടമായി എത്തുന്ന ആ ഒരു രീതി എവിടെയും കണ്ടില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ വോട്ട് പോൾ ചെയ്യിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് വോട്ടെണ്ണി തുടങ്ങിയാൽ അവിടെ ലീഡുള്ളവർ അത് നിയമസഭ കാണും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സമീപകാലത്തെ ചരിത്രം. എല്ലാം തന്നെ സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ആ തരത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35 വോട്ടിൻ്റെ ലീഡാണ് പി വി അൻവറിനുള്ളത്. അതിനു മുമ്പ് 3000-ലധികം വോട്ടുകളുടെ ലീഡാണ് ഉള്ളത്. അങ്ങനെ 2 ടേമായി പി വി അൻവറിന് LDF-ന് വോട്ട് ലീഡ് കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് വഴിക്കടവ്. പക്ഷേ അതൊരു UDF അനുകൂല പഞ്ചായത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. പക്ഷേ 10-13 എന്നീ നിലയിലാണ് കക്ഷി നിലയുള്ളത്. 3 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് പഞ്ചായത്തിൻ്റെ ഭരണം UDF-ന് ലഭിച്ചത്. അതിൻ്റെ മുൻപത്തെ തവണ LDF ആണ് ഭരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11,000-ലധികം വോട്ടുകൾ അവിടെ കൃത്യമായ രീതിയിൽ തന്നെ UDF-ന് അനുകൂലമായി പോൾ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും പക്ഷേ ഇത്തവണ അത് അനുകൂലമായ രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും എല്ലാ മുന്നണികളും ഒരുപോലെ നടത്തിയിട്ടുണ്ട്. വഴിക്കടവിൽ സംബന്ധിച്ച് വഴിക്കടവിൽ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏത് തരത്തിലാകും എന്നുള്ളതാണ്. പലപ്പോഴും പല ബൂത്തുകളിലും നമ്മൾ പോകുമ്പോഴൊക്കെ പി വി അൻവറിൻ്റെ ഒരു കൗണ്ടർ കൂടി, അതായത് ഔട്ടർ ബൂത്ത് കൂടി നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അവിടെയെല്ലാം ആളുകളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സ്വാധീനം പി വി അൻവറെ സംബന്ധിച്ച് അവിടെയുണ്ട്, വഴിക്കടവ് പഞ്ചായത്തിലുണ്ട്. ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ആ പി വി അൻവറിലേക്ക് ഒഴുകുന്ന വോട്ടുകൾ ആരുടെ എന്ന് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്ന കാര്യം. അതെല്ലാം തന്നെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാവുന്ന വിധത്തിൽ ആ ഒരു ശേഷിയിലേക്ക് കാര്യങ്ങൾ എത്തും. പ്രത്യേകിച്ച് ആദിവാസി മേഖലകളുണ്ട്, പുഞ്ചക്കൊല്ലി അടക്കമുള്ള ആദിവാസി മേഖലയുണ്ട്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് വഴിക്കടവ്. അവിടെ സ്വാഭാവികമായും ഏത് അർത്ഥത്തിലാകുമെന്നുള്ളത് അവിടെ നിന്നാണ് വോട്ടെണ്ണി തുടങ്ങുക. ആ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ അറിയാം എങ്ങനെയാണ് നിലമ്പൂരിൻ്റെ ഗതി ഏത് തരത്തിലേക്കാണ് മാറുക എന്നുള്ളത്. തുടക്കത്തിൽ എണ്ണുന്ന ഒരു പഞ്ചായത്ത് വഴിക്കടവാണ്. വഴിക്കടവ് എണ്ണി തുടങ്ങുമ്പോൾ അറിയാം വിധി ആർക്ക് അനുകൂലം ആകുമെന്നത്. അതിനായി നമുക്ക് കാത്തിരിക്കാം. പ്രജി, ശരി, വഴിക്കടവിൽ 72.78% രേഖപ്പെടുത്തപ്പെട്ട പോളിംഗ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും ആദ്യം വോട്ടെണ്ണി തുടങ്ങുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ നില, അത് ആരാണ് അവിടെ ലീഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയായിരുന്നു സുജിത അയ്യപ്പത്ത്. ഇപ്പോൾ LDF-ന്റെയും UDF-ന്റെയും വാർത്താ സമ്മേളനം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിന് വിശദാംശങ്ങളിലേക്ക് നമ്മൾ എത്തും.